ആക്സിസ് ബാങ്കിൻ്റെ റിസർവ് ക്രെഡിറ്റ് കാർഡ് ലക്ഷറി ആൻഡ് ഹൈ ആൻഡ് സ്പെൻഡിങ് ഉള്ള ആൾക്കാർക്ക് ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ റിസർവ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ നോക്കി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലോഗോ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഗോൾഫിൻ്റെ ലോഗോ ആണ് വരുന്നത്, ഒരു ഗോൾഫ് പ്ലേ ചെയ്യാൻ പോകുന്നതിൻ്റെ ലോഗോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന് ഗോൾഫിനും കൂടി ഇമ്പോർട്ടൻസ് ഈ കാർഡ് കൊടുക്കുന്നുണ്ട്. ആക്സിസ് റിസർവ് ക്രെഡിറ്റ് കാർഡിൻ്റെ എലിജിബിലിറ്റി, ഫീച്ചേഴ്സ്, എന്താണ് ഈ കാർഡിന് വരുന്ന ഹിഡൻ ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഇന്ത്യൻ റെസിഡൻറ്റിന് ഈ കാർഡ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻകം എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇയർലി നമുക്ക് 9 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടെങ്കിലാണ് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് പറ്റുന്നത്. സിബിൽ സ്കോറിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 750 മേലെ സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് ഈ കാർഡ് എലിജിബിൾ ആയിട്ടുള്ളത്. കറൻ്റ്ലി ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കറണ്ട് ലിമിറ്റ് 6 ലക്ഷത്തിന് മേലെയാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബോത്ത് സാലറീഡ് ആൻഡ് സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർക്ക് ഈ കാർഡ് കിട്ടുന്നതായിരിക്കും. ആക്സിസ് റിസർവ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീസ് നമുക്ക് നോക്കാം. ജോയിനിങ് ആൻഡ് ആനുവൽ ഫീസ് വരുന്നത് 50,000 രൂപ പ്ലസ് GST ആണ്. ആക്സിസ് ബാങ്കിൻ്റെ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ആയ കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു ഫീസ് വരുന്നത്. 50,000 രൂപയാണ് നമുക്ക് ഇയർലി ഫീസ് വരുന്നത്. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാക്കിയുള്ള റിവാർഡ്സ് ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസർവ് ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിന് ഓരോ 200 രൂപയ്ക്ക് 30 റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് സ്പെൻഡിനാണെങ്കിൽ 15 റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നത്. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 3 ഹോട്ടൽ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലബ് ITC ക്യുലിനിയർ, എക്കോർ പ്ലസ് ആൻഡ് ക്ലബ് മാരിയറ്റ് മെമ്പർഷിപ്പ്. ഈ ഒരു മെമ്പർഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ നൈറ്റും കൂടി കിട്ടുന്നുണ്ട്. 2 സ്റ്റേ ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഓരോ വർഷവും നമുക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ കാർഡിൻ്റെ ഫോറക്സ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 1.5% ആണ് നമുക്ക് ഫോറക്സ് ഫീസ് വരുന്നത്. പ്ലസ് GST കൂടി ആഡ് ചെയ്യുമ്പോൾ 1.77% ആണ് നമുക്ക് ഫോറക്സ് ചാർജസ് വരുന്നത്. ഈ കാർഡിൻ്റെ ഏറ്റവും പ്രീമിയം ഫീച്ചറാണ് ഇതിൻ്റെ ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി ആൻഡ് എയർപോർട്ട് ട്രാൻസ്ഫർ. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല 4 കോംപ്ലിമെൻ്ററി എയർപോർട്ട് ട്രാൻസ്ഫറും കൂടി നമുക്ക് ഈ കാർഡിൽ വരുന്നുണ്ട്. പെർ ഇയർ നമുക്ക് 4 എണ്ണമാണ് മാക്സിമം ചെയ്യാൻ പറ്റുക. നമ്മുടെ കറണ്ട് ലൊക്കേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാനായിട്ടുള്ള ഫെസിലിറ്റിയാണ് എയർപോർട്ട് റൈഡ്സ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ആയിട്ട് ഒബീറോ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിലും ദ പോസ്റ്റ് കാർഡ് ഹോട്ടൽസിലും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവരുടെ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. കോംപ്ലിമെൻ്ററി ലൗഞ്ച് ആക്സസിൻ്റെ കൂടെ തന്നെ 12 ഗസ്റ്റ് വിസിറ്റും കൂടി ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഇയറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 കോംപ്ലിമെൻ്ററി മീറ്റ് ആൻഡ് ഗ്രിഡ് സർവീസസ് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കൂടെ വരുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ VIP അസിസ്റ്റൻസ് ആണ് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വഴി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കോംപ്ലിമെൻ്ററി ആയിട്ട് 8 എണ്ണമാണ് ഇയർലി വരുന്നത്. കോംപ്ലിമെൻ്ററി ഈസി ഡൈനറിൻ്റെ മെമ്പർഷിപ്പും കൂടി ഈ ക്രെഡിറ്റ് കാർഡിൽ വരുന്നുണ്ട്. 1 വർഷത്തെ മെമ്പർഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്. റിസർവ് ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെ നമുക്ക് മൂവി ഓഫറും കൂടിയും വരുന്നുണ്ട്. ബൈ 1 ഗെറ്റ് 1 മൂവി ഓഫറാണ് വരുന്നത്. അപ് ടു നമുക്ക് 500 രൂപ വരെയാണ് മൂവിയിലെ ഓഫർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മന്ത്ലി നമുക്ക് 5 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഈ ക്രെഡിറ്റ് കാർഡിൽ വരുന്നത്. നോൺ മൂവിക്ക് നമുക്ക് 1000 റുപ്പീസ് പെർ മന്ത് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെ നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിനൊക്കെ നമുക്ക് ഓഫേഴ്സ് ഈ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് വാല്യൂ വരുന്നത് 20 പൈസയാണ്. ബട്ട് നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് 2 ടൈപ്പ് ഓഫ് രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് A കാറ്റഗറി, ഗ്രൂപ്പ് B കാറ്റഗറി വരുന്നുണ്ട്. അതിൽ ഹോട്ടൽസും എയർ മൈൽസും നമുക്ക് വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർലി നമുക്ക് 5 ലക്ഷം റിവാർഡ് പോയിന്റ്സ് ആണ് ഈ ഒരു കാറ്റഗറീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ഗ്രൂപ്പ് Aയിൽ നമുക്ക് 1 ലക്ഷം രൂപയാണ് മാക്സിമം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക, 1 ലക്ഷം റിവാർഡ് പോയിന്റ്സ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് Bയുടെ കേസിൽ നമുക്ക് 4 ലക്ഷം റിവാർഡ് പോയിന്റ്സ് ആണ് മാക്സിമം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുക. 5:2 റിവാർഡ് റേഷ്യോ ആണ് നമുക്ക് ഈ ഹോട്ടൽസ് ആൻഡ് എയർ മൈൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 15,000 എഡ്ജ് മൈൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 20,000 എയർ മൈൽ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ വരുന്നുണ്ട്. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ റിസർവ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ്. നല്ല രീതിയിൽ മന്ത്ലി ഹൈ ആൻഡ് സ്പെൻഡ് വരുന്ന യൂസേഴ്സിനാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇന്റർനാഷണൽ സ്പെൻഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ്ഫുൾ ആണ്. ഈ ക്രെഡിറ്റ് കാർഡ് മെയിൻലി നമ്മൾ നോക്കി കഴിയുമ്പോൾ ഹൈ ആൻഡ് ഫീസ് ഈ ക്രെഡിറ്റ് കാർഡിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്പെൻഡിങ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ
കോംപ്ലിമെൻ്ററി ലൗഞ്ച് ആക്സസ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ബെനിഫിറ്റ് ആവുക. അത് മാത്രമല്ല നമുക്ക് 50 ഗോൾഫ് ലെസണും കൂടി നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഗോൾഫ് ആക്സസിനും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് കൂടുതൽ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കുക. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.